ഒരു നിമിഷം കണ്ണടച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്നത്തെ രാവിലെ ഇത്രയും സമയം കേട്ടതിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചകളെ പ്രതി നന്ദി പറയുന്നു. നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്താശയമാണ് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഈ ക്ലാസ്സുകളിലൂടെ മനസ്സിലായത്. ആശയം ഒന്ന് ഹൃദയത്തിൽ കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിൻ്റെ ഈ മഹാരഹസ്യങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും ഞങ്ങളെ ഉയർത്തുന്നതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്ലീസ് കം. വരാം. ഒന്ന് രണ്ട് പേര് കൂടി വേഗം വരാം, ഇവിടെ ഇരിക്കാം. പ്രൈസ് ലോർഡ്. ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഈശോ തന്നെന്നുള്ളതാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ആ പ്രേരണ തന്ന ഈശോയാണെന്നുള്ള കാര്യം എനിക്കിതിപ്പോൾ ശരിക്കും ബോധ്യമായി. അതുപോലെ ആത്മാവായിട്ടുള്ള ലയനം, അത് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ അതെനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തുതി. പ്രൈസ് ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നെക്സ്റ്റ് പ്ലീസ്. യെസ്. ജീവൻ്റെ ഉറവ ഈശോ ആണെന്ന് ഇത്രയും കാലം അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ജീവൻ്റെ ഉറവ ഉണ്ടാകുന്നതെന്ന് പഠിപ്പിച്ചെന്ന് ബ്രദറിൻ്റെ ദൈവത്തിന് നാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. അടുത്ത ആൾ വരാം. I can't hide it. എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് റോമൻസ് 8:25 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ it never clicked. It never happened in my life. I mean, never thought about it. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. So this is the eye opening. Thank you. God. Very good. അടുത്ത ആൾ വരാം. ഇത് വലിയ ഒരു കാര്യമാണ്, ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുള്ളത്. അത് നമ്മളങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങിയാലേ അത് മനസ്സിലാവുള്ളത് കേട്ടോ. യെസ്. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്പർശിച്ച വചനം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് യേശു മാർത്തയോട് പറഞ്ഞത്. വിശ്വാസത്തിലൂടെ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ പ്രാർത്ഥന നമുക്ക് ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ദൈവം എല്ലാം തരുന്നുമുണ്ട്. ഇനിയും ആരോ എല്ലാം പുറകുവശത്തൊക്കെ ഇരിക്കുന്നുണ്ട്, പറയാൻ ഒരുപാട് ആശയങ്ങളൊക്കെ ഉള്ളവർ. പ്ലീസ് കം. You are a leader. You must come and proclaim. Then the leadership charism will be more activated. Come. Yes. It's impressed me the beauty of prayer. It's the ആത്മാവ് ഈശോയും ആത്മാവും തമ്മിലുള്ള beauty of prayer. It was so much impressed me. Thank you, brother. Very good. Next, please. Thank you. Yes, come, Vivek. Praise the Lord. ബ്രദർ പറഞ്ഞപ്പം പുറകിലിരിക്കുന്ന ആളോട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിരിച്ചൊന്ന് വന്ന് പറഞ്ഞേക്കാം. എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് നമ്മൾ മറ്റൊരു ക്രിസ്തുവാണെന്ന് പറയുന്നപ്പം ആ ഒരു രീതിയിൽ നമുക്ക് വേറെ ആൾക്കാരെ കാണാനുള്ളൊരു അനുഗ്രഹത്തിന് വേണ്ടി
പിന്നെ രണ്ടാമത്തത് എഗെയിൻ ഹോളി സ്പിരിറ്റ് പ്രേയിങ് ഫോർ അസ് എന്നുള്ളതും അതൊരു വലിയൊരു റെവലേഷനായിരുന്നു. പിന്നെ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞ പോലെ ജീസസ് വാസ് ദ സേവിയർ വി വർ വെയിറ്റിംഗ് ഫോർ എല്ലാം എഴുതി വെച്ചിരുന്നു. ബട്ട് സ്റ്റിൽ വി വെർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ സേവിയർ. സോ പ്രൂഫ് ചോദിക്കുന്നവർക്ക് വി കൻ ആക്ച്വലി ഷോ ഇറ്റ്. അപ്പം അതൊരു വലിയ റെവലേഷൻ. താങ്ക് യു. Thank you. താങ്ക് യു. ഇനിയും പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വചനം പറയുന്നുണ്ട്, നിന്റെ റൂമിൽ കയറി കഥ കടച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം ബ്രദർ പറഞ്ഞ ഒരു ആശയം എനിക്ക് മനസ്സിലായത്, റൂമിൽ കയറി കഥ കടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള സർവ്വ ചിന്തകളും ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ It's our inner room in our heart. Yeah. ആ ഡോറാണ് അടയ്ക്കേണ്ടത്. അതൊരു ഭയങ്കര ഒരു സത്യമായിട്ടാണ് എനിക്ക് വെളിപ്പെട്ടത്. താങ്ക് യു. Yes. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നൊരു മാനുഷികമായിട്ടുള്ള ചിന്ത വന്നു. എന്നാൽ ആത്മാവ് ശക്തമായി പ്രേരിപ്പിക്കുകയായിരുന്നു. അതുപോലെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും നിർബന്ധിച്ചു. അപ്പോൾ അവരിലുള്ള ആത്മാവിനെ എനിക്ക് കാണുവാൻ സാധിച്ചു. അവർ ആ ആത്മാവായിരിക്കും എന്നെ നിർബന്ധിക്കുന്നതെന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും യേശുവുമായി ലയിച്ചിരിക്കുവാൻ, ആ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുവാൻ ഈശോ ഓരോ നിമിഷവും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുക. ആ പ്രേരണ മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം, അത് ഇന്ന് പ്രാർത്ഥനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ പ്രാർത്ഥനയില്ല, അങ്ങനെ ഒരു അവസ്ഥയല്ല. നിരന്തരമായിട്ടുള്ളൊരു സ്ഥിരതയോടുകൂടിയുള്ള പേഴ്സണൽ പ്രയറിൽ നാം വളരുമ്പോൾ യേശുവുമായിട്ടുള്ള ദൃഢമായ ബന്ധം നമ്മളിൽ നിലനിൽക്കുന്നു, യേശുവിൽ വളരുവാനായിട്ട് സാധിക്കുന്നു എന്ന് ഒത്തിരിയേറെ ആഴമായിട്ട് എനിക്ക് ബോധ്യം കിട്ടി. ചിലപ്പോഴൊക്കെ സമയക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന മുടക്കാറുള്ള അവസ്ഥ. അപ്പോൾ ഇന്ന് ബ്രദർ തോമസ് പോൾ ബ്രദർ പറയുകയുണ്ടായി, മാർപ്പാപ്പായിക്ക് സമയമുണ്ട് പ്രാർത്ഥിക്കാൻ, മദർ തെരേസായിക്ക് പ്രാർത്ഥിക്കുവാൻ സമയമുണ്ട്. അപ്പോൾ അത് ഒത്തിരിയേറെ സ്ട്രൈക്ക് ചെയ്തു. എത്ര തിരക്കുണ്ടെങ്കിലും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. Very good. Okay. Anybody else? Yeah. Why? ഇവിടെ വന്ന് എഴുതി. താങ്ക് യു ബ്രദർ. എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് രാവിലെ ബ്രദർ പറഞ്ഞ ജീവൻ്റെ ഉറവ യേശുവാണ് എന്നുള്ള ആശയമാണ്. നമ്മളിന്ന് വളരെ കുറച്ച് പേരെ ഇവിടെ ഉള്ളുവെങ്കിലും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ കിണറുകൾ കുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലപ്പോഴും ഉറവകൾ നമ്മൾ കണ്ടെത്തി എന്ന് കരുതുമ്പോഴും അത് യഥാർത്ഥത്തിലുള്ള ജീവന്റെ ഉറവയല്ലാതെ പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബ്രദർ അത് പറഞ്ഞപ്പോൾ യേശുവാകുന്ന ഉറവ കണ്ടെത്താത്ത കിണറുകളൊക്കെ ഉപേക്ഷിക്കപ്പെടും, അവയൊക്കെ അബാൻഡൻ ചെയ്യപ്പെടും എന്ന് പറഞ്ഞ ആ പോയിന്റ് വളരെയേറെ സ്ട്രൈക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ബ്രദർ 2 തിരികൾ അന്വേഷിക്കുന്നത് കണ്ടു. ഒരു തിരി കത്തിച്ചു. ആ കത്തിച്ച അവസരത്തിൽ എനിക്ക് പുറത്തോട്ടൊന്ന് പോകേണ്ടി വന്നു. എങ്കിലും അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, ഈ മെഴുക് നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. ആ മെഴുകിൻ്റെ നടുക്കുള്ള ആ നൂല് കൊണ്ടുള്ള തിരി ഇല്ല എങ്കിൽ അത് ഉരുകും, കത്തും, പ്രകാശം കിട്ടില്ല, വളരെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു മണം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആ മെഴുകിൻ്റെ നടുക്ക് കിണറ്റിൽ ജീവന്റെ ഉറവയായ യേശു ഉള്ളതുപോലെ ആ മെഴുകിൻ്റെ നടുക്ക് തിരികൾ കൂട്ടി പിണഞ്ഞ ആ നൂല് യേശുവായിട്ട് മാറുമ്പോൾ അത് കത്തി പ്രകാശം വരും. ഈ 2 ആശയങ്ങൾ മനസ്സിൽ നിറഞ്ഞു. താങ്ക് യു ബ്രദർ.
ബ്രദർ നമ്മൾ പഠിപ്പിച്ച ഗോയിങ് ഇൻ ടു ദ ഇന്നർ റൂം, അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്നത്. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ഞങ്ങളുടെ ഇടവ പുള്ളിയിൽ കുർബാനയില്ലത് ബഹുമാനപ്പെട്ട ജോസ് ഐനിക്ലാസിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഉപമ പറഞ്ഞു. 2 മിനിറ്റ്സ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു പ്രായമേറിയ ഒരു വല്യമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ അവരിങ്ങനെ വന്ന് അവിടെ ഇരുന്ന് ഇരിക്കുന്നതാണ്, പക്ഷെ ചുണ്ടൊന്നും അനങ്ങുന്നില്ല. കുറേ നേരം അവിടെ ഇരുന്നിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേക്കും വികാരിച്ചൻ വന്ന് ചോദിച്ചു, എന്താണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ വല്യമ്മ പറഞ്ഞു, ഞാനൊന്നും പ്രാർത്ഥിക്കുന്നില്ല, ഞാനൊന്നും ദൈവത്തോട് ചോദിക്കുന്നില്ല. ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടോ? ദൈവം ഒന്നും പറയുന്നുമില്ല. പിന്നെന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഇവിടെ ദൈവവുമായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് 4 തലങ്ങളുണ്ട്. ഞാൻ ബ്രദർ പറഞ്ഞ പോയിന്റ് ഒന്ന്, അതായത് സാധാരണ രീതിയിൽ തുടങ്ങുന്ന നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തിന് പറയാനൊരു അവസരമില്ല ഇങ്ങോട്ട്, അപ്പം ദൈവം കേട്ടോണ്ടിരിക്കും. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മളെ പറച്ചിട്ട് കുറച്ചിട്ട് ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ ദൈവം കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പറയും, നമ്മൾ കേൾക്കും. 3ാമത്തെ ലെവലെന്ന് പറയുമ്പോഴത്തേക്കും ദൈവവും ഒന്നും പറയുന്നില്ല, നമ്മളും ഒന്നും പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവവും പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ വാക്കുകളില്ല, അവിടെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ കേൾക്കാനായിട്ട് ശ്രമിക്കും, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതും കഴിഞ്ഞ് എൻ്റെ ഒരു 4ാമത്തെ തലമെന്ന് പറയുന്നത്, അവിടെ ദൈവം ഒന്നും പറയുന്നില്ല, നമ്മളും ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന പോലെ ഒരു സ്പൗസൽ കമ്മ്യൂണിയനിൽ ദൈവവും നമ്മളും ഒന്നായി ഇരിക്കുന്ന ആ ഒരവസ്ഥ, അവിടെ വേറൊരാവശ്യവും നമുക്കില്ല. അതാണ് ഇൻറ്റിമസിയുടെ ഒരു പോയിന്റ്. ഞാൻ അത് ഈ കഥ ഇങ്ങനെ ഓർത്തപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. യെസ്, ഈ ഇൻറ്റിമസി എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. അത് നമ്മളെ യൂട്യൂബിൽ ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു റിട്രീറ്റ് ഉണ്ട്, 9 days എടുത്തിട്ടുള്ളൊരു ധ്യാനമാണ്. നിങ്ങൾ അതൊക്കെ യൂട്യൂബിൽ കയറി കേൾക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ യൂട്യൂബ് യൂട്യൂബിലൊരു ചാനലുണ്ട്, ഇറ്റ് ഈസ് ലൈക്ക് എ ബിഗ് റിട്രീറ്റ് സെൻറ്റർ. അതിൽ ഒരു 100ഓളം റിട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ ചാനലിൻ്റെ പേര് തോമസ് പോൾ കൊടിയൻ, KODIYAN. യൂട്യൂബിൽ കയറിയിട്ട് തോമസ് പോൾ കൊടിയൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ എൻ്റർ ഇൻ ടു എ പേജ്. ഒരുപാട് വീഡിയോകൾ കാണും, അതിലൊന്നും പോകരുത്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഓൺ ടോപ്പ് യു വിൽ ഫൈൻഡ് എൻ്റെ ഒരു പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ചാനലിൽ പോയിട്ട് വീണ്ടും വലിയൊരു പേജ് വരും, അതിലും കുറേ വീഡിയോസ് ഉണ്ടാവും, അതിലും പോകരുത്. അതിൻ്റെ ടോപ്പിൽ ഗോ ഇൻ ടു ദ പ്ലേലിസ്റ്റിൽ പോവുക. ഇതെല്ലാവർക്കും അറിയാമെങ്കിൽ ഞാനൊരു ക്ലാരിറ്റിക്ക് പറയുകയാണ്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ you will get the whole list of all retreats I conduct in different part of the world. ഇപ്പോൾ ഇന്നലത്തെ ഇവിടെ നടത്തിയ ടോക്കുകൾ ഓൾറെഡി ഇറ്റ് ഈസ് ഇൻ ദ യൂട്യൂബ് നൗ. ഇപ്പോൾ നിങ്ങൾ ഫോണിലൂടെ നോക്കിക്കോളൂ, തോമസ് പോൾ കൊടിയൻ, ഗോ ടു ദ പ്ലേലിസ്റ്റ്. അപ്പോൾ അവിടെ ഇവിടുത്തെ റിട്രീറ്റ് കാണാം. പിന്നെ മറ്റുള്ള റിട്രീറ്റ്സുകൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് വലിക്കുകയാണെങ്കിൽ ആ ഓരോ റിട്രീറ്റുകൾ കാണും. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള റിട്രീറ്റാണ് തിരുവനന്തപുരത്ത് മലങ്കരക്കാർക്ക് കൊടുത്തിയ ധ്യാനമാണ്. എല്ലാം മലങ്കര കുർബാനയാണ്. മലങ്കര കുർബാനയിൽ നിറ്റുകതറായിട്ടുള്ള ഒരു ധ്യാനമാണ്. അതിനു മുൻപുള്ളത് പാല ഇൻറ്റിമസി റിട്രീറ്റ് എന്നുണ്ട്, പാലായിൽ വെച്ച് നടത്തിയ ഒരു ഇൻറ്റിമസി. അപ്പോൾ ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്നോ കുറച്ച് സമയം, ഒരു ദിവസം 1-2 എപ്പിസോഡ് കാണുക, പിന്നെ അടുത്ത ദിവസം അങ്ങനെ അത് ഓർഡറിൽ അതിങ്ങനെ ചിലത് മോർ ദാൻ 200 എപ്പിസോഡ്സ് ഉണ്ട് ചില റിട്രീറ്റുകൾ, 9 days റിട്രീറ്റ്സൊക്കെ. അത് വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ കാണാം, കേൾക്കാം, എന്നിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക, പഠിക്കുക, പുസ്തകം നോക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റഡി മെത്തേഡിലൂടെ. ഇത് മലയാളത്തിൽ. പിന്നെ ശരിക്കും ഒരു സ്കൂൾ പോലെയാണ് ഫെയ്ത്ത് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, ഗ്ലൗബൻ ഷൂളെ എന്നാണ് ജർമ്മനിയിൽ അത് പറയണത്. എന്നാൽ ഇംഗ്ലീഷിൽ പേര് കൊടുത്തിട്ടുണ്ട്, ഫെയ്ത്ത് സ്കൂൾ എന്ന് കാണാം. അപ്പം അതിൽ ഐ ആം സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, സംബഡി ഈസ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ജർമ്മൻ. അപ്പോൾ നമുക്കത് ആ
അത് കുറേയും കൂടി വളരെ ഡെപ്തിലുള്ള ടീച്ചിങ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെയ്ത്ത് സ്കൂൾ വാസ് കംപ്ലീറ്റ്ലി ഓൺ ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ജോൺ പോൾ II. അതിൽ മാതാവും ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. മാതാവിൻ്റെ, അതായത് ഇൻകാർണേഷൻ അല്ലെങ്കിൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഇൻകാർണേഷൻ, പിന്നെ വിസിറ്റേഷൻ, പ്രസൻറ്റേഷൻ, ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ കൊണ്ട് 9 ദിവസമായി. അത് ശരിക്കും ഭയങ്കര ഡെപ്താണ്. അപ്പോൾ നമ്മളിങ്ങനത്തെ ആ ഡെപ്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ തന്നെ വിശ്വാസത്തിന് ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു പോയിന്റാണ്. ഇതൊന്നും ഇനി കിട്ടാനുള്ളതല്ല, ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ ആ ട്രഷർ, ആ നിധിയെ നമ്മളിങ്ങനെ തുറന്നു നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി അതാണ് ഞാൻ ഐ ആം ഗോയിങ് ടു റിവീൽ ടു ദിസ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഇഫ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്, അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എളുപ്പം അറിയാം, എല്ലാവരും പല കാര്യങ്ങൾക്ക് ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്, ആനിവേഴ്സറി ഗിഫ്റ്റ്, അപ്പോൾ നമുക്കങ്ങനെ വലിയൊരു പാക്കറ്റ് ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഓ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് തുറന്നു നോക്കാമല്ലോ, കിട്ടിയിട്ടില്ല. അന്ന് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 11 രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് അതങ്ങനെ ഇട്ട്, അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റായി, അത് കഴിഞ്ഞ് ഡേ ആയി, ഇപ്പോഴും ഒരാഴ്ചയായിട്ട് ഗിഫ്റ്റ് തുറന്ന് നോക്കിയിട്ടില്ല. ഇതൊരു റിയാലിറ്റി അല്ലേ? ആണോ അല്ലയോ? സമയമില്ല നമുക്ക് തുറന്നു നോക്കാൻ. എന്ന പോലെ തന്നെയാണ് ബാപ്റ്റിസം മുതൽ കൺഫർമേഷൻ, യൂക്രിസ്റ്റിലൂടെയെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. പോപ്പ് ഫ്രാൻസിസ് പിതാവ് പറയാണ്, നമ്മളതിൻ്റെ റാപ്പർ പോലും തുറന്നിട്ടില്ല എന്ന് പറയണേ. അല്ലെങ്കിൽ റാപ്പറേ തുറന്നിട്ടുള്ളൂ, അതോടുകൂടി സന്തോഷമായി. ഓ നല്ല ഗോൾഡൻ റാപ്പർ, അതും എൻ്റെ പേര് എഴുതി വെച്ചേക്കണം. അത്രയുമേ നമ്മൾ നിൽക്കുകയാണ്. വി ഹാവ് ഓൺലി അൺറാപ്ഡ് ഇറ്റ് ആൻഡ് സീയിങ് ദ ബ്യൂട്ടി ഓഫ് ദ റാപ്പർ. പക്ഷേ the very content of the gift we have not yet opened എന്നുള്ളതാണ്. അത് ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെ ആ പെട്ടി തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ കണ്ണഞ്ചിക്കുന്ന രീതിയിൽ there are so many small packets. അപ്പം അതിനാണ് നമ്മൾ പറയേണ്ടത് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, the content of faith എന്ന് പറയണം. വിശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്, വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ദ കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ തുറക്കണം. ഇപ്പം നമ്മൾ നാളികേരം പ്ലക്ക് ചെയ്ത് തെങ്ങ് കയറി ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം ആ തെങ്ങ് കയറിയ ആൾ വന്നിട്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്യും. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലതെടുത്ത് വലിച്ചെറിഞ്ഞ് കളയണതാണ്. നമ്മൾ നോക്കുമ്പോൾ ആ നാളികേരവും ഇതും പുറമേ കാണുമ്പോൾ അതേമാതിരിയിരിക്കും. നമ്മളതിന് എന്താ പറയുക? ആ കളയണം എന്ത് പറയും? പേടെന്ന് പറയും. എന്താണ് പേടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ദർ ഈസ് നോ കണ്ടന്റ്. അതിൻ്റെ അകത്ത് കഴമ്പില്ല. അതിൻ്റെ അകത്ത് എന്തില്ല? കഴമ്പില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾക്ക് വലിയ ഒരു പ്രൗഡ്, വി വിൽ ബിക്കം എ പ്രൗഡ് ക്രിസ്ത്യൻസ്. നമുക്ക് ഭയങ്കര ഒരു ഡിഗ്നിറ്റി, വി ഫീൽ എ ഡിഗ്നിറ്റി അബൌട്ട് അവർ സെൽഫ്. അപ്പം അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ് ഈ വിശ്വാസപ്രമാണം. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ്. ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ആണ് നമ്മുടെ ഈ കാറ്റഗിസത്തിൻ്റെ ആദ്യത്തെ പ്രധാന വിഷയം. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ചില ക്വസ്റ്റ്യൻ ആൻസറിലൂടെ സമീപിക്കാം. ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ്, ദെൻ വി വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. പ്രധാനമായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെറിയ വേദോപദേശ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദൈവം എന്തിന് എന്നെ സൃഷ്ടിച്ചു? പെട്ടെന്നൊന്ന് ഉത്തരം പറയാമോ? ദൈവം എന്തിന് നമ്മെ സൃഷ്ടിച്ചു? വൈ ഗോഡ് ക്രിയേറ്റഡ് us?
ഇപ്പം നമ്മൾ ആ ചെറിയ വേദോപദേശത്തിൽ പണ്ട് പഠിച്ചേക്കുന്നത് ഉരുവിടുകയാണ്. എന്താണ്? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് എന്താ വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? ദൈവം ഇത്രയും എലാബറേറ്റ് ചെയ്യാണ്ട് ഒറ്റ വാക്കിൽ പറയാമോ? അപ്പോ അതിന്റെ എല്ലാം സാരാംശം. ഓക്കെ, ഇനിയും പറഞ്ഞു. യു ക്യാൻ സ്പീക്ക്. വേറെ എന്തെങ്കിലും ഉത്തരം? അപ്പോൾ മറ്റൊരു ഉത്തരം ഇതാണ്: ദൈവം എന്നെ എന്തിനു സൃഷ്ടിച്ചു? ഒറ്റ വാക്ക്, ദൈവത്തിന് വേണ്ടി. എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി. ഒന്ന് പറഞ്ഞെല്ലാവരും, ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഒരു വലിയ വിശുദ്ധനായ ഒരു മോങ്ക്, അദ്ദേഹത്തിൻ്റെ പേര് ഡൊമിനിക് നാരേക്ക് എന്ന് പറഞ്ഞ, ഡൊമിനിക് ആണോ? അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്. അത് ആശയം ഇതാണ്: നീ എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഞാനില്ലാതിരുന്നപ്പോൾ നീ എന്നെ സൃഷ്ടിച്ചു. എപ്പോഴാണ് എന്നെ സൃഷ്ടിച്ചത്? ഞാനില്ലാതിരുന്നപ്പോൾ നീ എന്നെ സൃഷ്ടിച്ചു. ഞാൻ ചോദിക്കാത്ത രൂപം എനിക്ക് മനോഹരമായിട്ട് എനിക്ക് തന്നു. ഞാൻ ആഗ്രഹിക്കാത്തത്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു മിസ്റ്ററി തന്നെയാണത്. നമ്മളെ ആര് എന്തിനു സൃഷ്ടിച്ചു? ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ചില ആളുകളുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ പറഞ്ഞതനുസരിച്ചാണ് ദൈവം അവനെ സൃഷ്ടിച്ചതെന്നുള്ള മാതിരിയാണ്, അല്ലേ? ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. ഇപ്പോൾ ഞാനിത് ജർമ്മൻകാരെ കുറിച്ച് ഞാൻ ആരെയും കുറ്റം പറയല്ല, ഒരവസ്ഥ പറയാണ്. ഒരു ജർമ്മൻകാരി പെണ്ണിൻ്റെ അടുത്ത് വന്ന് പറയാണ്, അവളുടെ സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. കാരണം അവൻ പറയുന്നു അവനെ ദൈവം തെറ്റായിട്ടാണ് ഒരാണായിട്ട് സൃഷ്ടിച്ചത്, അവനൊരു പെണ്ണായിട്ട് സൃഷ്ടിക്കപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് ദൈവം എന്താ പറയുക, ദൈവം അവനെ God made wrong in creating him as a man. Who made wrong? God made wrong. ഇതാണ് ഇന്നത്തെ മോഡേൺ വേൾഡിന്റെ ഒരു സ്വരം. ആര് റോങ് ചെയ്തു? ദൈവം. എന്തിനു റോങ് ചെയ്തു? തന്നെ സൃഷ്ടിച്ചതിൽ തന്നെ. അതാണ് ഫെയ്ത്ത് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. ഇത് നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. ഇവിടെയും അതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല. എന്നിട്ട് അവൻ്റെ സെക്സ് ചേഞ്ചിങ് ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു മേക്ക് ഹിം ആസ് എ ഷീ, ഒരു പെണ്ണാകാൻ. എനിക്ക് ഒരു സംഭവം, ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവള് വേറൊരു പെണ്ണുമായിട്ട് വിവാഹം ചെയ്തിരിക്കുകയാണ്. ആ വിവാഹം ചെയ്തിരിക്കുന്ന അവളുടെ പേര് സിമോന എന്നാണ്. പക്ഷേ ഇപ്പോൾ അവള് സിമോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, സൈമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളും പറയുന്നത് ദൈവം അവളെ തെറ്റായി സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു, അവളൊരു പുരുഷനായേണ്ടതാണ്. ആ പുരുഷനാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിൽ ആണ്. അപ്പോഴേക്കും ഇവർ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്തിന്? പുരുഷനാകുമ്പോൾ കല്യാണം പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നറിയാമോ? ഇത് കഥയല്ല, ഇറ്റ്സ് എ റിയൽ ഇൻസിഡൻറ്റ്. അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞു, അവളുടെ 2 സ്തനങ്ങളും എടുത്ത് കളഞ്ഞു, ഇത്തരം വരെ ചെയ്തു കഴിഞ്ഞു. ഇനി മെയിൽ ഓർഗൻസ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവനായി മാറും. ഇത്രയും ആയിരിക്കെ ഇവളുടെ ഈ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ കൂട്ടുകാരിക്ക് തോന്നി ഇതിനകത്ത് എന്തോ വലിയ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അവൾ എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. പറ്റിയ ആളുടെ അടുത്താണ് വന്നേക്കണില്ലേ. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയും. എനിക്ക് അവളുടെ ആ എക്സ്പ്രഷൻ കേട്ടപ്പോൾ ആദ്യം എനിക്ക് നന്ദി പറയാം. എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള ആളുകളെ നീ എനിക്ക് കാണാനും കേൾക്കാനും അവരെ സഹായിക്കാനും അനുവദിച്ചല്ലോ.
അപ്പൊ ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മക്കളും കുഞ്ഞുമക്കളും പഠിക്കുന്നതും പഠിക്കാൻ പോണതും ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ്. അവിടെയാണ് വിശ്വാസത്തിന്റെ ചലഞ്ചിങ് പോയിന്റ്. അപ്പൊ എനിക്ക് അവളുടെ ഈ വർത്തമാനം കേട്ടിട്ട് എനിക്കങ്ങ് ഹൃദയം എന്തോ വേദനയും, ഞാനങ്ങ് ഭയങ്കര ദൈവസ്നേഹം കൊണ്ടും കരുണ കൊണ്ടും അങ്ങ് നിറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, നീ അപ്പോ എന്തിനാ എൻ്റെ അടുത്ത് വന്നേ? അതിൻ്റെ അർത്ഥം നിനക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നും ഇതല്ല ശരിയായ വഴിയെന്നും. അപ്പൊ അവൾക്ക് 3 കുട്ടികളുണ്ട്. ആദ്യത്തെ കുഞ്ഞ് അവളുടെ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്നുണ്ടായത്. പിന്നെയുള്ള 2 കുട്ടികൾ ഈ സോ കോൾഡ് മാരേജിന്റെ ഭാഗമായിട്ട് അവരൊരു ജോയിന്റ് പ്രോജക്റ്റ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിലൂടെ ഉണ്ടായിരിക്കുന്ന 2 കുട്ടികളാണ്. അപ്പോ ആ 2 കുട്ടികൾക്ക് ഇവളമ്മയും മറ്റവള് സോ കോൾഡ് അപ്പനാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്ന് വളരെ കോമൺ ആണ്. ഓക്കെ, അപ്പൊ ഞാനിത് പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മൾക്ക് പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരു പ്രോഫറ്റിക് വ്യൂ പോയിന്റ്. അതാണ് പ്രോഫറ്റിക് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരുന്നതല്ലേ പ്രോഫറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ തലത്തിൽ നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മളുടെ കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ, ഈ സമൂഹത്തിന്റെ അവസ്ഥയിൽ എത്ര വോളട്ടൈൽ സിറ്റുവേഷനിലാണ് ഇവർ ജീവിക്കാൻ പോകുന്നതെന്നും അവിടെ അവരെങ്ങനെ വളരണമെന്നുമുള്ളതിനെ മുൻകൂട്ടി നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. അപ്പൊ എനിക്കിങ്ങനെ ഒരുപാട് കേസുകൾ അറിയാം. അപ്പോൾ ഇവരോടെല്ലാം ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ദൈവം നിന്നെ എന്തിനു സൃഷ്ടിച്ചു? ഇവർക്കാർക്കും അതിന് ഉത്തരവില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും റൂട്ട് കോസ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണം they do not know first of all God created them. They do not know what for God created them. ഇപ്പൊ ഞാൻ ഈ 3 കുട്ടികളുള്ള ഇവരോട് ഞാൻ പറഞ്ഞു, നിനക്ക് 30 വയസ്സേ ആയിട്ടുള്ളൂ, നിന്നിൽ നിന്ന് ദൈവത്തിന് വിശുദ്ധരായ മക്കളെ സൃഷ്ടിക്കണം നിന്റെ ഈ ഗർഭപാത്രത്തിൽ. ഇനിയും അതിന് സമയമുണ്ട്, ആവശ്യമുണ്ട്. യു തിങ്ക് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു പുരുഷനെ കർത്താവ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവൾ എടുത്ത വഴിക്ക് അവൾ പറഞ്ഞത്, അയ്യോ അപ്പൊ അവൾ എന്ത് ചെയ്യും? അവൾക്ക് എന്ത് സംഭവിക്കും? അല്ലെങ്കിലും അവൾക്ക് എന്ത് സംഭവിക്കും? അപ്പോ അതിനും ദൈവം ഒരു വഴി കാണിക്കുമായിരിക്കും തീർച്ചയായിട്ടും. എന്തിനു പറയണു, അതിൻ്റെ അടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അവളെ കണ്ടത്. അവൾ ഓടി വന്നു, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അവളോട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. ഒരു ട്രാൻസിഷൻ നടക്കണുണ്ടോ? ഇനി എങ്ങനെ അവളോട് ഇത് പറയണം? എങ്ങനെ അവളെ അകത്ത് ഇതിൻ്റെ ബോധ്യം കൊടുക്കണം? അതിനുവേണ്ടി ഞാൻ ചില പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവളുടെ അകത്ത് ബോധ്യം കൊടുക്കണം, ഇതിനകത്ത് മാറാനും അവളുടെ ജീവിതത്തെ എങ്ങനെ ഈ പുരുഷനാകാൻ വേണ്ടി അവളുടെ ഗർഭപാത്രവും മാറ്റി ബ്രസ്റ്റും മാറ്റിയിരിക്കുന്ന അവൾ ഇവളോട് ഇത്രയും കമ്മിറ്റഡ് പോലെയല്ലേ? ഇവള് പറഞ്ഞ എനിക്ക് വേണ്ടി അവൾ അങ്ങനെ ചെയ്തു എന്നാണ് ഇവള് വിചാരിക്കണേ. ആ അവസ്ഥയിൽ ഇവളിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നു. ഇവൾക്ക് തോന്നുന്നുണ്ട് ഇവൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. പക്ഷെ മറ്റവളെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? എൻ്റെ കർത്താവേ, എന്ത് പ്രാർത്ഥിക്കണം ഇതിനു വേണ്ടി? ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പറയണത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ മെത്തേഡ്. ഇതിനെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ നീ തന്നെ പ്രാർത്ഥിക്കണേ. ഓക്കെ, അപ്പോൾ ഇൻ ദ മോഡേൺ വേൾഡ് ദ ബേസിക് point we must know, and our children and everyone should know, is God created me for God. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു പോയിന്റാണ്. I belong to God.
He created me for him. അതങ്ങ് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളുടെ ഈ കവനന്റ് റിലേഷൻ ഭയങ്കര ശക്തമാകും. അപ്പം അതാണ് കാറ്റഗിസത്തിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ. അത് ഞാൻ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ദ കാറ്റഗിസം ഈസ് ഗാഡ് ക്രിയേറ്റഡ്. ഞാനത് ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം. ഇംഗ്ലീഷിലാണ് അതെനിക്ക് കൂടുതൽ രജിസ്റ്റർ ആയിരിക്കുന്നത്. God infinitely perfect and blessed in himself, in a plan of sheer goodness freely created man to make him share in his own blessed life. അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം നന്മ മാത്രം ഇച്ഛിച്ചുകൊണ്ട് മനുഷ്യനെ തൻ്റെ ജീവിതത്തിൽ പങ്കാളിയാക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗമാക്കാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം ഇനി ഈ ഒരു രഹസ്യം നമ്മുടെ ഒറിജിൻ, നമ്മുടെ ജനസിസ് എന്താണ്? What is our origin? Why am I existing? I am existing because God created me in his own image and likeness to make me share in his own blessed life. ദൈവത്തിൻ്റെ ജീവനിൽ പങ്കാളിയാക്കാൻ വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? നാം ദൈവത്തിൻ്റെ ജീവിത പങ്കാളിയാണ്, ഇല്ലേ? ദൈവത്തിൻ്റെ ജീവനിൽ പങ്കാളിയാകാന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലായല്ലേ? ജീവിത പങ്കാളി, കറക്റ്റ്, അത് സത്യമാണ്. അതാണ് മണവാളൻ മണവാട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്താ? ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദൈവം ഏകനാണെങ്കിലും ആ ഏകദൈവത്തിൽ ആരുണ്ട്? 3 പേഴ്സൺസ്. ആ 3 പേഴ്സൺ കൂടുന്നതും ഒരു പേഴ്സണാണ്. അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ് ദൈവം മനുഷ്യന് കൈമാറിയിരിക്കുന്നത്. അത് മറ്റൊരു സൃഷ്ടിക്കും ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യുണീക്നെസ്. അപ്പോൾ ഗാഡ്, ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ആന, നല്ല ചന്തമുള്ള ആന, പക്ഷേ ഈ ആന ഒരു വ്യക്തിയാണോ? This elephant is not a person. ഒരു കുതിര, പട്ടിക്കുഞ്ഞ്, നല്ല ജർമ്മൻ ഷെപ്പേർഡ്, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പൂച്ച, മയില്, നല്ല വലിയ മത്സ്യം, ഇത് വല്ലതും ഒരു വ്യക്തിയാണോ? അല്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന രഹസ്യം. All what God created except man, none of them have that personality. മനുഷ്യൻ എന്നാൽ ദൈവം മനുഷ്യന് മാത്രം 357ാമത്തെ ഖണ്ഡിക. Read out from the text here. 357 in the Catechism. 357. Being in the image of God, Yeah. the human individual possesses the dignity. Very good. You are reading from where? Very good. Yeah, that's right. Being in the image of God, the human individual possesses the dignity of a person who is not just something, but someone who is capable of self-knowledge, of self-possession,
and of freely giving himself and entering into communion with other persons. അതാണ് covenant relationship. And he is called by grace to a covenant with his creator to offer him a response of faith and love that no other creature can. ഇപ്പോൾ ഉറങ്ങാൻ പറ്റിയ സമയവുമാണ്, പറ്റിയ സബ്ജക്റ്റുമാണ് അല്ലേ? ഇതൊക്കെ കേട്ടാൽ ഉറക്കം വരാതിരിക്കും അല്ലേ? ഉറക്കം വരണ്ടോ? ഉറക്കം വരാം. ഒന്ന് കൈവീശി കാണിച്ച് അടുത്തിരിക്കുന്ന ആളുടെ തോളിലിട്ട് 2 കൊട്ടുകൊടുത്തേ. അതിനാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണമെന്നല്ലേ. ഒന്ന് കൈ ഒന്നങ്ങ് വീശിയിട്ട് ചെറിയൊരു ഇടിയൊക്കെ കൊടുത്തോ സ്നേഹത്തിൽ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് അറിയേണ്ട മറ്റൊരു പോയിന്റ്. ഫെയ്ത്ത് ലെവലിൽ നമ്മളുടെ ദൈവം നമ്മളെ, അല്ലെങ്കിൽ ഇങ്ങനെ വേറെ വിധത്തിൽ ചിന്തിക്കാം. വിശ്വാസ പ്രമാണം, ഐ ബിലീവ് ഇൻ ഗാഡ് ഓൾമൈറ്റി ഫാദർ ക്രിയേറ്റർ ഓഫ് ഹെവൻ. കണ്ടോ, ദൈവത്തിനെ കുറിച്ചതൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ കുറിച്ച് ഒറ്റ വാക്കുകൾ ആയി. അപ്പൊ അവിടെ ഒരു പ്രീ സപ്പോസിഷൻ ഉണ്ട്. ഹു ആം ഐ? ഐ ബിലീവ് ഇൻ ഗോഡ്. എന്നിട്ട് ദൈവത്തെ കുറിച്ചാണ് ബാക്കിയുള്ളതെല്ലാം പറയണത്. എന്താ പറയണേ? ഓൾമൈറ്റി ഫാദർ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ബട്ട് ഹു ആം ഐ? അപ്പൊ ഇതാണ് വിശ്വാസത്തിന്റെ വേറൊരു കണ്ടന്റ്. ഹു ആം ഐ? I am in the person of God. I am in the likeness of God. അപ്പോൾ അവിടെ പേഴ്സണാലിറ്റി എന്നത് ഛായ അല്ലെങ്കിൽ ഇമേജ് ആണെങ്കിൽ, വാട്ട് ഈസ് ദ ലൈക്നെസ്? ലൈക്നെസ് ബോറടിക്കുന്നുണ്ടോ ഇത്? ഒന്ന് കൈപ്പൊക്കി. ഇതൊന്ന് മനസ്സിലായി കിട്ടിയ ഭയങ്കര രസമുണ്ടോ അത്? ലൈക്നെസ്, വാട്ട് ഈസ് ദ ലൈക്നെസ്? ഇതൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. എന്താണ് സാദൃശ്യം? സാദൃശ്യം എന്ന് പറയുന്നത്